എൻ്റെ ഹസ്ബൻഡ് ഇതേ കാറിൻ്റെ മുകളിൽ കിടന്ന് കസർത്ത് കാണിച്ചുകൊണ്ടിരിക്കുക. വേറൊന്നുമല്ല, ഇന്നുള്ളൊരു സണ്ണി ഡേ ആയതുകൊണ്ട് കയാക്കിങ്ങിന് പോകാനൊരാഗ്രഹം. ഒന്നും നോക്കിയില്ല, കയാക്കും വലിച്ചു കെട്ടി ഞാനും ഹസ്ബൻഡും മോനും കൂടെ കയാക്കിങ്ങിന് പോകാൻ തീരുമാനിച്ചു. ഇറങ്ങുമ്പോൾ തന്നെ 4:30 ആയിട്ടുണ്ട്. പക്ഷേ ഫുഡ് അടിക്കാണ്ട് നമുക്ക് വേറൊരു പരിപാടിയില്ലല്ലോ. അപ്പോൾ ഫുഡ് അടിയും കഴിഞ്ഞ് നമ്മൾ നേരെ പോകുന്നത് വൈക്കാട്ട് റിവറിലേക്കാണ്. ഇവിടെ അടുത്ത് ഹാമിൽട്ടൺ ലേക്ക് ഉണ്ട്, പക്ഷെ അവിടെ കുറച്ചും കൂടി ക്രൗഡാണ്. ഇവിടെ ഭയങ്കര പീസ്ഫുള്ളാണ്, ആൾക്കാരൊന്നുമില്ല. അത് കാരണം നമ്മൾ ഇവിടെ പോകാമെന്ന് കരുതി. ഇവിടെ നിന്നൊരു 10-15 മിനിറ്റ് എൻ്റെ ഡ്രൈവ്. അങ്ങനെ നമ്മൾ നേരെ അവിടെ എത്തി കാറൊക്കെ തിരിച്ച് കയാക്കൊക്കെ ഇറക്കി ഫുൾ പവറിൽ കയാക്ക് ചെയ്യാൻ റെഡി ആയിട്ട് ഇരിക്കുമ്പോഴാണ് പെട്ടെന്ന് വെതർ ചേഞ്ച് ആവുന്നത്. ദാണ്ടെ ഭയങ്കരമായിട്ട് ഇരുട്ടായി. വെതറിന് പറഞ്ഞിട്ട് കാര്യമില്ല, വിൻ്ററിൽ പെട്ടെന്ന് ഇരുട്ടാവുന്നത് നമ്മളും കൂടി ആലോചിക്കണമായിരുന്നു. അപ്പോൾ ഈ പരിപാടി ചീറ്റിപ്പോയിട്ടോ. അപ്പോൾ അവിടുത്തെ പ്രകൃതി രമണീയതൊക്കെ ആസ്വദിച്ചിട്ട് മടങ്ങാമെന്ന് കരുതി. അപ്പോൾ പെട്ടെന്ന് എനിക്കൊരു ആഗ്രഹം വണ്ടി ഓടിക്കാനായിട്ട്. ഞാനവിടെ വണ്ടി ഓടിച്ചിരുന്നതാണ്, ഞാൻ പ്രഗ്നൻ്റ് ആയിരുന്നപ്പോഴൊക്കെ വണ്ടി ഓടിച്ചിട്ടുണ്ടായിരുന്നതാണ്. എനിക്കിവിടെ ലൈസൻസും ഉണ്ട്. പക്ഷേ ഡെലിവറിക്ക് ശേഷം എനിക്ക് വണ്ടി തൊടാൻ പറ്റിയിട്ടില്ല കേട്ടോ. കാരണം ഇവിടെ വന്നതിന് ശേഷം എൻ്റെ മകൻ ബാക്ക് സീറ്റിൽ ഒറ്റയ്ക്കിരിക്കില്ല, ഞാൻ തന്നെ വേണം കൂടെ. അപ്പോൾ പിന്നെ എനിക്ക് വണ്ടി ഓടിക്കാൻ ഇതുവരെ ഒരു അവസരം കിട്ടിയിട്ടില്ല. അപ്പോൾ ഒരുപാട് നാൾക്ക് ശേഷം വണ്ടി ഓടിക്കുന്നതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റാണ് നിങ്ങൾ കാണുന്നത്. ഇതൊക്കെ കുറച്ചെൻ്റെ ഷോ ഓഫാണേ. അങ്ങനെ കുറച്ച് നേരം ആ ചുറ്റുവട്ടത്ത് തന്നെ വണ്ടി ഓടിച്ചതിന് ശേഷം നമ്മൾ തിരിച്ചു മടങ്ങാമെന്ന് കരുതി. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തുന്നേക്കാളും മുന്നേ വീണ്ടും എന്തെങ്കിലുമൊക്കെ കുടിക്കാണ്ടൊരു സുഖമില്ല. അപ്പോൾ നമ്മൾ പോണ വഴിക്ക് ബബിൾ ടീ കുടിക്കാമെന്ന് കരുതി. നമ്മൾ റാബിറ്റ് ടീ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബബിൾ ടീ കടയിൽ കയറി ടാരോ കോക്കനട്ട് ബബിൾ ടീ ഓർഡർ ചെയ്തു കേട്ടോ. കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ട വന്നു, പക്ഷേ ഉഗ്രൻ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ നല്ല തണുപ്പായി തുടങ്ങി. അപ്പോൾ നമുക്ക് വേഗം വീട്ടിൽ പോകണം, മോനുള്ള കാരണം നമ്മളധികം തണുപ്പത്ത് ഇരിക്കാറില്ല. അങ്ങനെ ഇന്നത്തെ പരിപാടി കുറച്ച് ചീറ്റി പോയെങ്കിലും കുഴപ്പമില്ല, നമുക്ക് പിന്നെ ഒരു ദിവസം പോകാമല്ലോ. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ ബൈ.